ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചിറ്റിലഞ്ചേരി ഏരിയ കമ്മിറ്റി വാർഷിക കൺവെൻഷൻ നടത്തി. ചിറ്റിലഞ്ചേരി PKM UP സ്കൂളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി വി കലാധരൻ ഉദ്ഘാടനം ചെയ്തു. മെമ്പർഷിപ്പിന്റെ കുറവ് വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലും യൂണിറ്റ് ഏരിയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് ഈ കൺവെൻഷന്റെ രീതിയിൽ പറയാറുള്ളത്. ഇത് നമ്മൾ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമല്ല, സംസ്ഥാനം മൊത്തമായി, കേരള സംസ്ഥാനത്ത് മൊത്തമായി എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന നീക്കമാണ്. എന്നാൽ അതിന്റെ കാരണം ഈ പ്രവർത്തനം സുതാര്യമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായി? അതുകൊണ്ട് ആ കാര്യത്തിൽ ദേവനുള്ള മറുപടി ആയിട്ടാന്ന് വിചാരിക്കണം. ഇനി എന്നെ കൂടെ നിർബന്ധിക്കരുത്, ചെയ്യാൻ കഴിയില്ല. വേദിയിൽ പറഞ്ഞ വേദിയിൽ തന്നെ മറുപടി പറയാതിരുന്നാൽ അത് നാളെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ വിശദമായ കാര്യം പറഞ്ഞ് മറുപടി പറയാനുള്ള കാരണം. അപ്പോൾ നമ്മള് അതിനുശേഷം നേരത്തെ പറഞ്ഞു 2006 ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പോരായിരുന്നു. അത് കഴിഞ്ഞ് സംഘടനയ്ക്ക് നമ്മുടേതായ ഒരു വിഷയത്തിലേക്ക് നമുക്ക് തന്നെ നമ്മുടെ തൊഴിലാളികളെ സഹായിക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാകാൻ കഴിയുമെന്ന ഉദ്ദേശത്തിന്റെ പേരിൽ 2006 നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം കൊടുക്കുന്നത്. അല്ലെ? 2006 എത്ര ചാരിറ്റബിൾ ട്രസ്റ്റുള്ള അംഗങ്ങളുണ്ട്? ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളുള്ളത് കൃത്യമായി ചോദിച്ചപ്പോൾ ആരും ഒന്നും പറയില്ല. ഒക്കെ അവിടെ നിൽക്കുന്ന ആളുകളായിരിക്കും. എല്ലാം അറിയും, പക്ഷെ നമ്മളോട് പറയാൻ ഒരു മടിയാണ്. നിങ്ങൾ തെറ്റ് വരുത്തിയാലോ എന്നൊരു പേടിയാണ്. ഏരിയ സെക്രട്ടറി K. കൃഷ്ണൻ റിപ്പോർട്ടും വിജയമ്മ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഗിരിജ സ്വാഗതവും വേണുഗോപാൽ നന്ദിയും പറഞ്ഞു. R. വിജയകുമാർ പ്രസംഗിച്ചു. പ്രസവാനുകൂല്യം 15,000 രൂപയായി വിതരണം ചെയ്യുക, വിവാഹ ധനസഹായം 25,000 രൂപയായി വർദ്ധിപ്പിക്കുക, റിട്ടയർമെന്റ് ആനുകൂല്യം തത്സമയം വിതരണം ചെയ്യുക, മരണാനന്തര സഹായം 1 ലക്ഷം രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.